ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മസ്ജിദ് അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന പള്ളി കരയും. അള്ളാഹുവിൻ്റെ പള്ളികൾ, ആ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ ആളില്ലാതെ വന്ന നമ്മൾ കരയുന്നത് പോലെ പള്ളി കരയും. പള്ളി കരയാൻ തുടങ്ങിയ പിന്നെ ആ നാട് നശിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹ് കാക്കുമാറാകട്ടെ. 1.5 കൊല്ലമായി പള്ളി കരയാൻ തുടങ്ങിയിട്ട്, ഇല്ലേ? കൊറോണ വന്നതിന് ശേഷം ഇപ്പം അങ്ങോട്ട് നമ്മൾ പോക്ക് തന്നെ ഇല്ല. പള്ളിയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ലല്ലോ. സാമൂഹിക അകലം ഉണ്ടെങ്കിൽ ഇന്ന് പള്ളിക്കകത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പം കൊറോണ പള്ളിക്കകത്താണ് ജീവിക്കുന്നത്. ആ കൊറോണയെ നമ്മൾ പേടിക്കണം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇല്ലേ മനുഷ്യന്മാരെ? എന്തുവായിരുന്നില്ലേ ഉസ്താദന്മാരെ? കൊറോണ വന്നപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു, ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു, ഇനി പള്ളിയിൽ നിസ്കാരമില്ല. പള്ളിയിലെ ഉസ്താദന്മാര് മാത്രം നിസ്കരിച്ചാൽ മതി. എന്തൊരു കരച്ചിൽ! ബാങ്ക് വിളിക്കുമ്പോൾ വരെ കരയായിരുന്നു. ഇല്ലേ? ബാങ്ക് വിളിക്കണ സമയത്ത് വരെ കരയുന്ന വീഡിയോ. ഒളിച്ചും പാത്തും ഒക്കെ ജുമാ നിസ്കരിച്ച് പോലീസ് വന്ന് പൊക്കി. ഒളിച്ചും പാത്തും നിസ്കരിച്ചു. പിന്നെ കേസെടുത്തു എത്രയോ പള്ളികൾ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു 40 പേർക്ക് നിസ്കരിക്കാം. എവിടെ? ഇപ്പൊ പള്ളിയിൽ ആളുണ്ടോ? ഇല്ല. നമുക്ക് പേടിയായി. ഇതാ മനുഷ്യന്റെ അവസ്ഥ. എടാ, അള്ളാടെ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി കരയും. പള്ളി കരഞ്ഞാ പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2, ഖുർആൻ കരയും. നിന്റെ വീടിൻ്റെ അകത്ത് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് അടുക്കി വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഖുർആൻ. ആരാപ്പ എടുത്ത് ഓതണത്? നമ്മുടെ വീടിൻ്റെ അകത്ത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ കൊണ്ടുവന്ന് അലമാരിക്കകത്ത് ഇങ്ങനെ നിരത്തി ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആരാപ്പ അത് എടുത്ത് തുറന്നു നോക്കാം? ചെലന്തി വല അടച്ചിരിക്കുന്ന ഖുർആനില്ലേ ചില വീടുകളിൽ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് തുറന്നു നോക്കാതെ ഓതാതെ വരുമ്പോൾ അതവിടെ ഇരുന്ന് കരയും. ആ കണ്ണുനീര നിന്റെ വീടിൻ്റെ സർവ്വതും തകർത്ത് കളഞ്ഞത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് ശപിക്കുകയാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാണുമ്മാ. എന്തുകൊണ്ട് നിനക്കൊന്ന് തുറക്കാൻ? എന്തുകൊണ്ട് നിനക്കൊന്ന് തുറക്കാൻ? ഈ സദസ്സിലിരിക്കുന്ന പലരും ഖുർആൻ ഓതുന്നവരാണ്. പക്ഷേ ഖുർആൻ നോക്കി നമ്മൾ ഓതാറില്ല. അധികം പേരും മൊബൈൽ എടുത്ത് വെച്ച് ഓതുന്നവരാണ്. മൊബൈൽ നോക്കിയിട്ട് ഖുർആൻ ഓതുന്നവർ, കാണാതെ ഖുർആൻ ഓതുന്നവർ. എന്തേ മനുഷ്യ, നിനക്ക് ബുദ്ധിയില്ലാതെ പോയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാ. 5 കാര്യങ്ങളിൽ നോക്കിയാൽ ഇബാദത്തിന്റെ കൂലിയുണ്ട്. അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. ഉസ്താദേ, എന്റെ കണ്ണിന് രോഗമാണെന്ന് പറയുന്നവര് ഈ 5 കാര്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ കണ്ണിന്റെ കാഴ്ച കുറയൂല. നിനക്ക് ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇവര് രണ്ടുപേരും കൂടെ അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബിന്റെ അർശിന്റെ നേരെ താഴഭാഗത്ത്, ഈ ലോകത്തിന്റെ മധ്യഭാഗത്ത് പണിതിരിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച ആ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ നെഞ്ചു ചേർത്ത് വെച്ച് കരഞ്ഞുകൊണ്ട് പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിലേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ നോക്കിക്കൊണ്ടിരുന്നാൽ നോക്കുന്ന സമയം അത്രയും ഇബാദത്തിന്റെ കൂലിയാ. ഇബാദത്തിന്റെ കൂലിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നോട്ടം വെറുതെയാകില്ല. ആ നോക്കിക്കൊണ്ടിരിക്കുന്നത് വെറുതെയാകില്ല. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നോക്കിയാൽ പ്രതിഫലം കിട്ടുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമുണ്ടല്ലോ വാപ്പാ, അത് കണ്ടുകൊണ്ടിരിക്കണം, അത് നോക്കിക്കൊണ്ടിരിക്കണം. ഓതാൻ അറിയില്ലെങ്കിലും നിന്റെ കണ്ണിന് കാഴ്ചയുണ്ടല്ലോ, നിനക്കൊന്ന് നോക്കിക്കൂടെ, നിനക്കൊന്ന് നോക്കിക്കൂടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാ. അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. പടച്ചവനെ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമാണ്, രണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നമ്മളെ നൊന്ത് പ്രസവിച്ച നമ്മുടെ ഉമ്മയുണ്ടല്ലോ, 9.5 മാസക്കാല ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ഉമ്മയുടെ മുഖത്ത് നോക്കണേ, ഉമ്മയുടെ മുഖത്ത് നോക്കണേ, ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കണേ. ആ നോട്ടം വെറുതെയാകില്ല, നിനക്ക് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരിക്ക്, ആ നോട്ടം വെറുതെയാകില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും നോക്കിക്കൊണ്ടിരിക്ക്, നിനക്ക് ഇബാദത്തിന്റെ കൂലിയുണ്ട്. 3, ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കുക, ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാപ്പ ഉമ്മയുടെ മുഖത്ത് നോക്കുക? പ്രായം ചെന്ന് മുടിയൊക്കെ നരച്ച നീ ആ ഉമ്മമായ നോക്കിയിരുന്നിട്ട് എന്ത് കിട്ടാനാ? നമ്മൾ ആരും ഉമ്മയുടെ മുഖത്ത് നോക്കാറില്ല, കാരണം നമുക്ക് സമയമില്ല, നമ്മൾ വലിയ തിരക്കുള്ളവരാ, നമുക്കതിനൊന്നും സമയമില്ലല്ലോ. എവിടെയോ രോഗം പിടിച്ച് കിടക്കുന്നുണ്ട്. അല്ലാഹു ആലം, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉമ്മാനെ നോക്കാൻ പോയിട്ട് തിന്നാൻ കൊടുക്കണില്ലല്ലോ, പിന്നല്ലേ നോക്കണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ഉമ്മയെ നോക്കണം, നമ്മുടെ ഉമ്മയെ സ്നേഹിക്കണം, ഉമ്മയ്ക്ക് ഉമ്മ കൊടുക്കണം. എവിടെ അപ്പോൾ ഉമ്മ കൊടുക്കേണ്ട? ഉമ്മായിക്ക് എവിടെ ഉമ്മ കൊടുക്കേണ്ടത്? ഉസ്താദ്, പെണ്ണും പിള്ളയ്ക്ക് കൊടുക്കേണ്ടത് എവിടെയാന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും. എടാ, ഉമ്മായിക്ക് ഉമ്മ കൊടുക്കേണ്ടത് എവിടെയാ? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ മനുഷ്യ. ഈ അടുത്ത കാലത്തെങ്ങാണ് ഉമ്മായിക്കും ഒരു ഉമ്മ കൊടുത്ത മക്കളൊന്ന് കൈവക്കിക്കേ. വേണ്ടപ്പ, എനിക്ക് നാണം കെടാൻ വയ്യ, എന്തിനാ വെറുതെ. അള്ളാഹു കാക്കുമാറാകട്ടെ. സ്വന്തം ഉമ്മായിക്കൊരു ഉമ്മ കൊടുക്കാൻ നമുക്കൊണ്ട് കഴിയണില്ല, നമുക്ക് സമയമില്ല, തിരക്ക് ഇല്ലേ? മക്കൾക്ക് കൊടുക്കാൻ സമയമുണ്ടില്ലേ? ഭാര്യയ്ക്ക് കൊടുക്കാൻ സമയമുണ്ട്. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്നു പ്രസവിച്ച ആ ഉമ്മയുടെ കാലിനടിയിലെ മനുഷ്യ സ്വർഗം കിടക്കണേ. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മാനോട് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ചില മക്കളുണ്ട്, എവിടെ പോയാലും ഉമ്മാനോട് പറയും. ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ യാത്രയ്ക്ക് പോകുമ്പോൾ ഉമ്മാനോട് ചോദിച്ചു, ഞാൻ തിരിച്ചു വരുമ്പോൾ എന്ത് കൊണ്ടുവരണം ഉമ്മ? ഒന്നും വേണ്ട മോനെ. ഇല്ല ഉമ്മ, എന്ത് വേണം? എന്നാൽ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് വരണം. സ്വർഗത്തിലെ നീ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരണം. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ഉമ്മയോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നവരെന്തിനാ ഉമ്മ കാത്തിരിക്കണേ? ഉമ്മ ഒന്ന് കാല് പൊക്കാൻ പറഞ്ഞു. തൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നിട്ട് ഉമ്മയുടെ കാല് പൊക്കാൻ പറഞ്ഞു. പൊക്കി കാലിൽ ചുംബിച്ചു. ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരി കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മായുടെ മുഖത്ത് നോക്കാൻ സമയമില്ല. ഉമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കുക. ഉമ്മാടെ നെറ്റിത്തടത്തിലാണ് ഉമ്മ കൊടുക്കണ്ടേ. ഉമ്മാടെ 2 കണ്ണുകൾക്കിടയിൽ ചുംബനം കൊടുക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്ന് പോയി കൊടുത്തു നോക്ക്, അപ്പം അറിയാം അതിൻ്റെ സുഖം എന്താണ്. ഉമ്മായിക്ക് ഭക്ഷണം വാരി കൊടുക്കണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം ഉമ്മായിക്കോ വാപ്പായിക്കോ ഒത്തിരി ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കിക്കേ. സുബ്ഹാനല്ലാഹ്, നീ നിന്നെക്കുറിച്ച് ചിന്തിക്കും മനുഷ്യ. സ്വന്തം പെറ്റ തള്ളയ്ക്ക് എത്ര വട്ടം എനിക്ക് നിങ്ങൾക്കും വാരി തന്നിട്ടുണ്ട് നമ്മുടെ ഉമ്മമാര്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് എത്ര പ്രാവശ്യം ഭക്ഷണം വാരി തന്നിട്ടുണ്ടെന്നറിയോ? എന്ത് പ്രതിഫലം എന്നറിയോ? എന്ത് പ്രതിഫലം എന്നറിയോ? നിനക്കതറിയില്ല. എടാ, ഉമ്മായിക്ക് ഭക്ഷണം വാരി കൊടുത്ത അള്ള തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്വഹാബി പടച്ചവനെ സ്വർഗത്തിനകത്തിരിക്കുക. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാരനാണ്. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിലെ ഭക്ഷണമാണ് കഴിക്കണത്. ഹാരിസത്ത് ബിൻ നുഅ്മാൻ, വേറെ ആരുമില്ല. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിക്ക് മലക്കുകൾ പോലും പറഞ്ഞു ആ സഹാബിയുടെ പേര്. ആ സഹാബിയുടെ പേര് പോലും മലക്കുകൾക്കറിയാം, അത്രയും പരിചയം. അള്ളാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം വാരിക്കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി
സ്വർഗത്തിലെ ഭക്ഷണം ആ സഹാബിക്ക് നാളെ വാരിക്കൊടുക്കുമെന്ന. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഇന്നലെ ഞാൻ സ്വർഗത്തിൽ വെച്ച് ഹാരിസത്ത് ബിൻ നുഅ്മാനിനെ കണ്ടു. എത്ര വലിയ പ്രതിഫലം എന്നറിയോ, സ്വർഗത്തിൽ അള്ളാഹു ഭക്ഷണം കൊടുക്കുന്ന സഹാബിയ. ഇത് പറഞ്ഞപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എന്ത് ചെയ്തത് കൊണ്ടാണ് ഈ സഹാബിക്ക് ഇത്രയും വലിയ പ്രതിഫലം കിട്ടിയേ? നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു ഭക്ഷണം വാരി തരണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്തു, കദാക്കൽ ബിർറു. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മകനായിരുന്നു. ഹാരിസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയ്ക്ക് എപ്പോഴും ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു. ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കും. ആ ഭക്ഷണം വാരി കൊടുത്തതിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ സ്വർഗത്തിൽ അല്ലാഹു നമുക്ക് ഭക്ഷണം തരും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആർക്ക് ഭക്ഷണം വാരി കൊടുത്ത? ആർക്ക് വാരി കൊടുത്ത? നിങ്ങളുടെ നാവ് കൊണ്ട് പറ, കേക്കട്ടെ. ആർക്ക് വാരി കൊടുത്ത? ഉമ്മ ജീവിച്ചിരിപ്പുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്കിക്കേ. നീ നിന്നെക്കുറിച്ചൊന്ന് ചിന്തിക്ക്. ഞാൻ വിചാരിച്ച് കൈവക്കാതെ വന്നപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവുമെന്ന്. സത്യം ഞാൻ പറയാം, നിങ്ങളുടെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ടാകും, അതുകൊണ്ടാണ് നിങ്ങൾ ഉമ്മ കൊടുക്കാത്തത് എന്ന് ഞാൻ ചിന്തിച്ചു. എടാ മനുഷ്യ, അല്ലാഹു അഅലം, നീ നിന്റെ ഈ കൊടും പാപം മാറണമെങ്കിൽ ഇന്ന് വഴുത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഉമ്മാടെ റൂമിൽ പോകണം. ഉമ്മച്ചിയുടെ റൂമിൽ പോയിട്ട് ആ രോഗം പിടിച്ച് തൊലിയൊക്കെ ചുളുങ്ങി കിടക്കണം ഉമ്മാടെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കണം ഉമ്മായെ. ഉമ്മാടെ കവിളിത്തടത്തിലൊരു ഉമ്മ കൊടുക്കണം. എന്നിട്ട് ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ നീ ഉമ്മാടെ അടുക്ക പോയി ചോദിക്കണം, ഞാൻ ഇത്തിരി വാരി തരട്ടെ ഉമ്മ. എന്നിട്ട് നീ ഇത്തിരി ഭക്ഷണം ഒന്ന് വാരി നീണ്ട് ഉമ്മാടെ വായിൽ വെച്ചുകൊണ്ട് കണ്ണ് നിറയും മനുഷ്യ. അള്ളാഹു നമ്മുടെ ഉമ്മയുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ നമ്മൾ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മയുടെ മുഖത്ത് നോക്ക്, ഇബാദത്തിൻ്റെ കൂലിയ. മറ്റൊരു ഹദീസിൽ കാണാം 2 കാര്യങ്ങൾ. സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് അതിൽ നോക്കണമെന്ന്. സംസം വെള്ളം ചുമ്മാ എടുത്ത് കുടിച്ചാൽ പോരാ, കുടിക്കുന്നതിന് മുമ്പ് അതിനകത്തൊന്ന് നോക്കണം. ഇബാദത്തിൻ്റെ കൂലിയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 5ാമത്തെ കാര്യം, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കല്. ആലിമീങ്ങളുടെ മുഖത്ത് നോക്കല്. ഉസ്താദന്മാരെന്ന് ഞാൻ പറയണില്ല, ആലിമീങ്ങൾ, പണ്ഡിതന്മാരൊക്കെ നിങ്ങൾക്ക് കത്തിപ്പറ്റ ഉസ്താദൊക്കെ ഇവിടെ അടുത്തുള്ളവരല്ലേ. അങ്ങനെയുള്ള വലിയ വലിയ മഹത്തുക്കളായ ആലിമീങ്ങൾ, ആ ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയാൽ മതി ഇല്ലേ. എന്തൊരു ഇന്നും ഷംസുലുലമയുടെ ഒക്കെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് കുളിർമ തോന്നുക, ഇതെന്താ അല്ലാന്നല്ലേ. പടച്ചോൻ അവരുടെയൊക്കെ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു കുളിർമയാണ്. ആലിമീങ്ങളുടെ മുഖത്ത് നിങ്ങൾ നോക്ക്, ഇബാദത്തിൻ്റെ കൂലിയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഓതണം. കണ്ടോത്. ഈ അടുത്ത് ഞാനൊരു കടയിൽ പോയി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ കടയിൽ കച്ചവടമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, മോനെ നീ ഒരു യാസീൻ ഓത് കടയ്ക്കകത്ത് കയറുമ്പോൾ. എല്ലാ ദിവസവും നീ കടയ്ക്കകത്ത് കയറുമ്പോൾ ഒരു യാസീൻ ഓതണം. ഞാൻ ഓതുന്നുണ്ട് ഉസ്താദെ. ഞാൻ ചോദിച്ചു, ആരും ഓതുന്നുണ്ട്? മൊബൈൽ ഓതുന്നുണ്ട്, ഓണാക്കി വെച്ചിരിക്കുക. അങ്ങനല്ല, ഇവിടെ മൊബൈലിൽ നോക്കിയല്ല ഖുർആൻ ഓതേണ്ടത്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ കണ്ണുകൊണ്ട് നോക്കി ഓത്. എടാ, കാണാതെ ഓതിയ ഒരു പ്രതിഫലം, ഇരിക്കണ ഹാഫിളിങ്ങൾ പഠിക്കണ മക്കൾ കാണാതെ ഓതിയ ഒരു പ്രതിഫലം, പക്ഷെ കണ്ടോതിയ 2 പ്രതിഫലം. 1 ഖുർആൻ ഓതിയ പ്രതിഫലം, 2 നോക്കി ഓതിയ പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ മഗ്രിബ് കഴിഞ്ഞാൽ ഖുർആൻ ഓതല. മഗ്രിബ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും വീടിനകത്തിരുന്ന് ഖുർആൻ ഓതും. ഇപ്പോഴുണ്ടോ? പണ്ട് മഗ്രിബ് റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കാം. മഗ്രിബ് കഴിഞ്ഞ് വീടിനകത്ത് യാസീൻ ഓതും, വാഖിയ ഓതും, സജദ ഓതും, സൂറത്തുൽ മുൽക്ക് ഓതും. ഇല്ലേ, എന്തെല്ലാം സൂറത്തുകളും മഗ്രിബ് കഴിഞ്ഞ് പാരായണം ചെയ്യുന്നത് കേട്ടു വളർന്നവരാ നമ്മൾ. പക്ഷെ ഇന്ന് നമുക്ക് ഖുർആനുമായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മൾ ഓതുന്നില്ല, പഠിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഇന്ന് വരെ ചെയ്തത് മുഴുവനും അള്ളാഹു പൊറുത്തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു പൊറുത്തരുമാറാകട്ടെ. ഞാൻ അള്ളാൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം. അള്ളാൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഓതിയ, നിങ്ങൾ ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപം മുഴുവനും അള്ളാഹു പുറത്തു തരും. നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. ഓതുവോ?
ചുമ്മാ പറഞ്ഞാൽ പോരാ, ഓതുവോ ഇല്ലേ? 2 പ്രതിഫലമാ ഉള്ളത്. ഖുർആൻ ഇനിയിപ്പോൾ ഓതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോട്ടെ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഒരു ആയത്ത് പറഞ്ഞു തന്നാൽ, ഇപ്പോൾ സൂറത്ത് ഓതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ആയത്ത് പറഞ്ഞു തരട്ടെ. അള്ളാൻ്റെ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞുതരാം. സൂറത്ത് പോട്ട്. നിങ്ങൾ തിരക്കുള്ളവരല്ലേ? അള്ളാൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളത് ഓതിയ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ഖുർആനിലെ ഒരൊറ്റ ആയത്ത് ഓതിയാൽ മതി, സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? ഒന്ന് കൈ പൊക്കിക്കുക, നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ പൊക്കിക്കുക. ഞാൻ ദുആ ചെയ്യാൻ പോവാ. അള്ളാഹുവേ, നിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞപ്പോ ആരൊക്കെ ഈ കൈ പൊക്കിയോ ഇവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, മരിക്കുന്ന സമയം ഈ കൈ പൊക്കിയതിൻ്റെ പ്രതിഫലമായ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അള്ളാഹുവേ, മരിക്കുന്ന കാലം വരെ ഈ ഉയർത്തിയ കൈ ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അള്ളാഹുവേ, നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ വലത് കൈകൊണ്ട് വാങ്ങാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചോനെ. അള്ളാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ ഈ ഉയർത്തിയ കൈ കൊണ്ട് വാങ്ങിച്ചു കുടിക്കാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. കൈ പൊക്കാത്തവന് നീ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. ആമീൻ പറ. കാരണം അവനറിയ ഇത് പറഞ്ഞിട്ട് പോലും ഒരായത്ത് ഓതറ. സൂറത്തൊന്നും ഞാൻ പറഞ്ഞില്ല. ഖുർആനിലെ ഒരായത്ത് ഓതിയ നിനക്ക് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞിട്ട് പോലും ഓതാൻ മനസ്സില്ലാത്തവൻ, ഓനെക്കുറിച്ച് ഞാൻ എന്തു പറയാനാ? അവനെക്കുറിച്ചൊരു പ്രതിഫലം പറയട്ടെ. ഓനൊരു പ്രതിഫലമേ ഉള്ളൂ. ഓൻ മരിക്കാൻ കിടക്കുക. അവൻ ഈ ദുനിയാവിൽ എവിടെയെങ്കിലും കിടന്നു മരിക്കാൻ കിടക്കുമ്പോൾ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു കൊടുക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരെങ്കിലൊക്കെ വന്ന് പറയും, വീട്ടുകാരോ ഉസ്താദന്മാരോ കുടുംബക്കാരോ ആരെങ്കിലും ആകട്ടെ, നീ ഈ ദുനിയാവിൽ എവിടെ കിടന്നു മരിച്ചാലും നിനക്ക് ആര് ഷഹാദത്ത് കലിമ പറഞ്ഞു തന്നാലും നിന്റെ നാവ് പൊങ്ങൂല. നിന്റെ മരണം വഴി അള്ള പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നീ ചാകുമ്പോ ഇത് പറഞ്ഞിട്ടേ മരിക്കത്തുള്ളൂ. അള്ള പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ഉസ്താദന്മാരിയ്ക്കുന്നുണ്ട്, അർത്ഥം ചോദിച്ചാൽ മതി. അള്ളാഹു പറയുകയാ, ഇത് പറഞ്ഞിട്ട് പോലും നിനക്ക് നന്നാകാൻ നിന്റെ മനസ്സിലല്ലോ, അഹങ്കാരം ഉണ്ടല്ലോ. ഇത്രയും നേരം ഞാൻ ഖുർആനിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരായത്തോതിയ സ്വർഗത്തിൽ പോകുമ്പോടാ ഒരു ഇൻഷാ അല്ല പറ. അതിനു പോലും മനസ്സില്ലെങ്കിൽ നീ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുന്നവരോട് നീ തന്നെ പറയും, അന്നഹും കാനൂ കാഫിരീൻ, ഞാൻ കാഫിറായിട്ടാ ചാകുന്നതെന്ന് നീ പറഞ്ഞിട്ടേ മരിക്കൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഓൻ തന്നെ ഇത് പറയും. അവൻ്റെ മരണമൊഴിക്ക് വിലയുണ്ടെന്ന് ഖുർആനാ പറഞ്ഞു.